ഹലോ, നമസ്കാരം. ഫ്ലൈറ്റ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ കുറച്ചായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറെ ഇൻബോക്സിൽ കുറെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. പുതിയ ജോബ് വാക്കൻസീസ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നിറയെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സ്ലൊവേനിയയിൽ ജോബിന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ റിയാലിറ്റി എന്താണ്, വർക്ക് എൻവയോൺമെന്റ് എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ്, റൂമിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഏജൻസികൾ സ്ലൊവേനിയ ചെയ്യാറുണ്ടെങ്കിലും സാലറിയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഹ്യൂജ് എക്സ്പെക്ടേഷൻ ആണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു റിയാലിറ്റി ചെക്ക് ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി ഒരു ഫാക്ടറി വർക്കർ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിന് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് അൺസ്കിൽഡ് കാറ്റഗറിയിൽ പോകുന്നവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 ആയിരിക്കും ഗ്രോസ് സാലറി വരുന്നത്. അപ്പൊ 1200 നിങ്ങൾക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ സേവ് ചെയ്യാം, നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെൻസ് അവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പം എക്സാമ്പിൾ, നിങ്ങളൊരു അൺസ്കിൽഡ് കാറ്റഗറിയിൽ വെയർ ഹൗസ് വർക്കറായിട്ട് പോവുകയാണെങ്കിൽ 1200 ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന ഗ്രോസ് സാലറി. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അത് ടേക്ക് ഇൻ ഹാൻഡ് അല്ല, അത് നിങ്ങളുടെ സാലറി സ്ലിപ്പിൽ കാണിക്കുന്ന ഒരു എമൗണ്ട് മാത്രമായിരിക്കും. അതിൽ നിങ്ങൾക്ക് ടേക്ക് ഇൻ ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ടാക്സ് ഉണ്ടാവും. അപ്പൊ 1200 എന്ന് പറയുമ്പോൾ ടാക്സ് ഒരു 200 അടുത്ത് നമുക്ക് ടാക്സ് അതിൽ കാണണം. അപ്പൊ നിങ്ങൾക്ക് ടേക്ക് ഹാൻഡ് വരുന്നത് ഒരു 1000 ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ എക്സ്പെൻസ് വരുന്നത് നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ അക്കോമഡേഷൻ. അപ്പം ചില എംപ്ലോയേഴ്സ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ചില എംപ്ലോയീസ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. ഇനി എംപ്ലോയീസ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ ചെയ്യുന്ന ഏജൻസി അല്ലെങ്കിൽ ആരാണോ നിങ്ങളെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സ്ലൊവേനിയയിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കുന്നത്, അവരായിരിക്കും നിങ്ങളുടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാം. അവർ നിങ്ങൾക്ക് തരുന്നത് റൂം അസിസ്റ്റൻസ് മാത്രമായിരിക്കും. കാരണം അവിടെ താമസിക്കാനുള്ള ഏരിയസിൽ ഏതൊക്കെ റൂം അവർ എടുത്തു തരും. പക്ഷെ അതിന്റെ റെന്റ് നിങ്ങൾ തന്നെയായിരിക്കും പേ ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ ഷെയറിംഗ് ആയിട്ടായിരിക്കും അധികം പേർക്കും വരുന്നത്, 5 പേരോ അല്ലെങ്കിൽ 4 പേരൊക്കെ ആയിട്ടായിരിക്കും. അപ്പം നോർമലി ഷെയറിംഗിൽ നിൽക്കുന്ന സമയത്ത് 150 മുതൽ 200 ഒക്കെ റെന്റ് കൊടുക്കേണ്ടി വരും സ്ലൊവേനിയയിൽ. അപ്പോൾ 1000 ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഹാൻഡ് സാലറി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിനൊരു 200 നിങ്ങളുടെ റൂമിന് റെന്റ് ആയിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പിന്നെ 800 ആവും. 800 നിങ്ങളുടെ കയ്യിലേക്ക് പിന്നെ സാലറി ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങളുടെ റെന്റ് കഴിഞ്ഞു, അവിടെ നിങ്ങളുടെ ടാക്സും കഴിഞ്ഞു, നിങ്ങളുടെ റെന്റും കഴിഞ്ഞു, പിന്നെ നിങ്ങളുടെ കയ്യിൽ വരുന്നത് 800 ആണ്. ആഫ്റ്റർ 800 നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പോകുന്ന കമ്പനീസ് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫുഡിന്റെ എക്സ്പെൻസ് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില കമ്പനീസ് ഡ്യൂട്ടി മീൽസ് പ്രൊവൈഡ് ചെയ്യും, ചില കമ്പനികൾ ഫുഡ് അലവൻസ് കൊടുക്കും. അതായത് 7 8 ഫുഡ് അലവൻസ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അതെല്ലാം ഒരു നേരം അല്ലെങ്കിൽ 2 നേരം ഫുഡ് ഡ്യൂട്ടി മീൽസ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ചില കമ്പനീസിൽ നല്ല ഡ്യൂട്ടി മീൽസ് അവൈലബിൾ ആണ്. പ്രീവിയസ്ലി തലേന്ന് തന്നെ നമുക്ക് ഫുഡ് അവരോട് ഓർഡർ ചെയ്തിട്ട് നാളത്തേക്ക് എന്ത് ഫുഡ് വേണമെന്ന് ചെയ്യുന്ന കമ്പനീസും സ്ലൊവേനിയയിലുണ്ട്. അതെല്ലാം യൂറോസ് അലവൻസ് ആയിട്ട് കൊടുക്കുന്ന കമ്പനീസും ഉണ്ട്. ഇതൊന്നും അല്ലായെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അവിടെ വീണ്ടും നിങ്ങൾക്ക് ഒരു 100 അല്ലെങ്കിൽ 150 അടുത്ത് വീണ്ടും എക്സ്പെൻസ് വരും. അപ്പൊ നിങ്ങളുടെ 800 നിങ്ങൾക്ക് ഫുഡിന്റെ എക്സ്പെൻസ് ആയിട്ട് വീണ്ടും ഒരു 100 നിങ്ങൾ കുറയ്ക്കണം. അപ്പം റിയാലിറ്റിയിൽ നിങ്ങൾക്ക് വരുന്ന ഒരു സാലറി 700 ആയിരിക്കും. ഇനി 700 നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സാലറി കൂട്ടാം? കൂട്ടുന്ന കാര്യം പറയുകയാണെങ്കിൽ, ഓവർ ടൈം ആയിരിക്കും നിങ്ങൾക്ക് സാലറി കൂട്ടാൻ ഏക ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റു ജോലികൾക്കൊക്കെ പോകാനുള്ളതാണ്. ലീഗലി അത് നല്ലൊരു രീതിയല്ല. നിങ്ങൾ മറ്റൊരു ജോലിക്ക് പോയിട്ട് സാലറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് നിങ്ങളുടെ കമ്പനി അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺട്രാക്റ്റിന് അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓവർ ടൈം എടുക്കാം. ഓവർ ടൈം എടുക്കുന്നത് ചില കമ്പനിയിൽ ഫിക്സഡ് ആയിട്ടായിരിക്കും ഓവർ ടൈം ഉണ്ടാവാം. ചില കമ്പനികൾ ഓവർ ടൈമിന് അത്ര ഇത് കൊടുക്കുന്നില്ല, പ്രോത്സാഹനം കൊടുക്കുന്നില്ല. എന്നിരുന്നാലും ഓവർ ടൈം ചെയ്യാൻ പറ്റും. ഇപ്പം 700 നിങ്ങൾക്ക് ഫൈനൽ നിങ്ങളുടെ എല്ലാ എക്സ്പെൻസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഓവർ ടൈം ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ നിങ്ങളുടെ സാലറി ഹൈക്ക് വരിക. അപ്പം ഇപ്പൊ 1200 വാങ്ങുന്ന ബേസിക് സാലറി 1200 വാങ്ങുന്ന ഒരാളാണെങ്കിൽ ആളുടെ ടാക്സ്, ഫുഡ്, അക്കോമഡേഷൻ ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ OT ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു 1000 സാലറിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഫോറക്സ് റേറ്റ് നോക്കുമ്പോൾ സാലറിയിൽ വരുന്നൊരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,20,000 1,30,000 ഒക്കെ ആയിരിക്കും സാലറി ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്ലൊവേനിയയിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലൊവേനിയയിലെ ബേസിക് സാലറി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇത് ഞാൻ ഈ ഒരു കണക്ക് പറഞ്ഞത് ആദ്യത്തെ ഒരു വർഷത്തെ നിങ്ങളുടെ കോൺട്രാക്ട് പീരീഡിലുള്ള ഫസ്റ്റ് ഇയറിൽ വരുന്നൊരു റിയാലിറ്റി ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സാലറി ഹൈക്ക് കാര്യങ്ങളൊക്കെ വരും.
പിന്നെ അഡീഷണലി സ്ലോവേനിയയിൽ എന്തൊക്കെ ബോണസ് ഉണ്ട് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്ലോവേനിയയിലെ ബോണസ്, അവിടെ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.